പ്രാണരക്ഷാർത്ഥം അവിടെ കൂടി ഉണ്ടായിരുന്ന ജനങ്ങൾ ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ കുത്തി ഒലിച്ചു വരുന്ന മണ്ണ് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ പ്രാണരക്ഷാർത്ഥം ജീവന് വേണ്ടി ഓടുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ ആണത്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ. ടാങ്കർ ലോറി ഉൾപ്പെടെ ആ മണ്ണിടിച്ചിലിൽ നീങ്ങിപ്പോകുന്ന സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവിടെയുള്ള ആളുകൾ, പ്രദേശത്തുള്ള ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണിത്. അവിടെ മണ്ണൊലിച്ചു വരുന്നതായി മനസ്സിലാക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയുള്ളവർ അത് കഴിഞ്ഞിട്ട് നേരെ ഓടുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതായത് ചിലർ ഒരു ദിശയിലേക്ക്, ഇടത്തോട്ടുള്ള ദിശയിലേക്ക് ഓടുമ്പോൾ അതിൽ ഒരു വ്യക്തി നേരെ തിരിച്ചാണ് ഓടുന്നത്. ഒരാൾ ഓടുന്നതിനിടെ വഴുതി താഴെ വീഴുന്നതും കാണാം. പക്ഷേ അദ്ദേഹം സുരക്ഷിതനാണെന്ന് മനസ്സിലാക്കുന്നു. ആ ടാങ്കർ ലോറി കാരണം മാത്രം രക്ഷപ്പെട്ടതാ ഇപ്പോൾ എഴുന്നേറ്റ് പോരുന്ന ആ മനുഷ്യനും ആ ഒരു സ്ത്രീയും കൂടിയുണ്ട്. ഇതുപോലെ ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഓടുന്ന ദൃശ്യം. ഏകദേശം രാവിലെ 11:15 ഇത് സംഭവിക്കുന്നത്. ഈ ദൃശ്യം സംഭവിക്കുന്ന സമയമാണത്. മറ്റൊരു വണ്ടിയും കൂടി അവിടെ പോകുന്ന വഴി നിർത്തിയിട്ടേക്കെന്ന് മനസ്സിലാവുന്നു. ആ ടാങ്കർ ലോറിക്കുള്ളിൽ ഒരു വ്യക്തിയുണ്ട്. ആ ടാങ്കർ ലോറിക്കുള്ളിൽ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹവും അതിനുശേഷം ഓടിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വളരെ ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ ആണ് സംഭവിക്കുന്നത്. അതും പ്രാണരക്ഷാർത്ഥം ജീവന് വേണ്ടി ഓടുന്ന ദൃശ്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാവാൻ കഴിയാതെ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നമുക്ക് അവിടെ നിന്ന് കാണാം, ഒരു സ്ത്രീ കുടയും പിടിച്ച് ഓടുന്ന ദൃശ്യങ്ങൾ ഏറ്റവും അറ്റത്ത് നിന്ന് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3-4 പേരുണ്ട്. ഇവരെല്ലാവരും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും വളരെ ഭീതി ഉണ്ടാക്കുന്ന ദൃശ്യം തന്നെയാണ് ഇതിപ്പോൾ. ഒരു CCTV ദൃശ്യമുണ്ട്. ഇതിനപ്പുറത്ത് മറ്റൊരു സ്ഥലമുണ്ട്, പക്ഷേ അവിടെ CCTV ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങൾ പ്രകാരമാണ് പ്രേക്ഷകർക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഫോഴ്സ് തന്നെ നോക്കുക. ആ ഫോഴ്സിൽ ആ ടാങ്കർ ലോറി ഉൾപ്പെടെ നീങ്ങി വരുമ്പോൾ പോലും അതിനകത്ത് പെട്ടുപോകുന്ന ആളുകളുണ്ട്. അവർ ഓടുന്ന വഴിയിൽ ചിലർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ ഈ ടാങ്കർ ലോറി ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ ഓടി വരുന്ന ചിലരും ഉണ്ടായിരുന്നു. അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ആ ഓടുന്നതിൽ ഒരു സ്ത്രീയുണ്ട്, കുട പിടിച്ച് ഓടുന്ന ഒരു സ്ത്രീയുണ്ട്. അല്ലാതെ മറ്റു ചില ആളുകളുണ്ട്. ഈ മണ്ണിടിച്ചിൽ രൂപപ്പെടുന്ന സ്ഥലത്തിൻ്റെ അറ്റത്തായിട്ട് അവിടെ നിന്ന് ഓടുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലാണ് ആ പാലത്തോടെത്തുമ്പോൾ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും ഓടുന്നതും കാണാം. അവരും ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നതും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യം അവസാനിക്കുമ്പോൾ ഈ ടാങ്കർ ലോറിയുടെ അപ്പുറത്തായതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ചുള്ള ഒരു ധാരണയും കൂടി കിട്ടേണ്ടതുണ്ട്. പക്ഷേ വളരെ ഭീതി ഉണ്ടാക്കുന്നത്, എന്നാൽ 20-ാം തീയതി തന്നെ മണ്ണ് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയ, ജൂൺ 20-ന് തന്നെ മണ്ണ് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടറിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. കരാർ കമ്പനിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ പോലും ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ, മനുഷ്യനിർമ്മിതമായ ഡിസാസ്റ്ററിൻ്റെ തീവ്രത, അളവ് അത് സൂചിപ്പിക്കുന്ന ഒരു ദൃശ്യം മാത്രമാണിത്. ഇതിനപ്പുറത്തേക്കും മറ്റ് ദൃശ്യങ്ങളുമുണ്ട്. അതിലൊരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ഭീതി പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം അത് ജീവന് വേണ്ടി ഓടുന്ന ജനങ്ങളാണ് അവർ. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഓടുന്നതാണ്. ഡാൻ, ഇപ്പോൾ പുറത്തു വരുന്ന ഈ ദൃശ്യങ്ങൾ ഭീതി ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ എഫക്റ്റ് എത്രമാത്രമാണെന്ന് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ ആ ടാങ്കർ ലോറിയുടെ സമീപമായിട്ട് മറ്റു ചിലരും കൂടി ഓടുന്നുണ്ട്. പക്ഷേ അവരുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് വിശദാംശങ്ങൾ? ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എത്ര ഫോഴ്സിലാണ്, അതായത് നിമിഷ നേരങ്ങൾ പറഞ്ഞു തീരുന്നതിനിടയിൽ ഈ ഒരു മഴവെള്ളപ്പാച്ചിൽ പോലെ ഈ മണ്ണിടിഞ്ഞ് മനുഷ്യർക്ക് മേൽ പതിക്കുന്നു. അതോടൊപ്പം ഏറ്റവും ഭീതിജനകമായി മാറുന്നത് ഈ വലിയ ലോറി ഈ മലവെള്ളപ്പാച്ചിലിന്റെ ഫോഴ്സിൽ അവിടെ നിന്ന് ഒരു തടിക്കമ്പ് മാറിപ്പോകുന്ന പോലെ അത്ര ലാഘവത്തോടെ അത് തെന്നി മാറുന്നത്. അപ്പോൾ അറിയാം അത് എത്രമാത്രം ഉഗ്രഭാവത്തിലാണ് ആ വെള്ളം ഒഴുകിയെത്തിയത് മണ്ണിനൊപ്പം എന്ന്. അത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നമുക്കറിയാം അവിടെ വളരെ സാഹസികമായി, വളരെ അത്ഭുതകരമായി അതിനിടയിൽ നിന്ന് അതിന്റെ വീലുകൾക്കിടയിൽ നിന്ന് ഒരു യുവതി രക്ഷപ്പെട്ടോടുന്നത് നമ്മൾ കണ്ടു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വരുന്ന വഴിയിൽ
ആരൊക്കെ നിന്നിരുന്നോ അവരൊക്കെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. അവരിൽ എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്, എത്ര പേരെ അവിടെ നിന്ന് മറ്റ് വഴികളിലേക്ക് രക്ഷപ്പെട്ട് മണ്ണിനടിയിൽ എഴുന്നേറ്റ് പോയിട്ടുണ്ടെന്ന് അറിയില്ല. മണ്ണിൽ പുതഞ്ഞിനിയും ആളുകൾ കിടപ്പുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന അവിടെയാണ്. അതുകൊണ്ടാണ് ഈ 7 പേരെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഊർജിതമായി പുരോഗമിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന 60 അംഗ NDRF സംഘമാണ്. 30 പേർ വയനാട്ടിൽ നിന്നുള്ള സംഘം, അവർക്കൊപ്പം കോഴിക്കോട് നിന്നുള്ള സംഘം കൂടി എത്തുമ്പോഴാണ് അവർ ഒരു കൃത്യമായ ബെൽറ്റ്, അതായത് NDRF എങ്ങനെയാണോ ഇങ്ങനെയുള്ള ദുരന്ത മേഖലകളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ആ ഒരു ശൈലിയിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഈ മണ്ണ് ദുർബലാവസ്ഥയിലാണ്. അത് വീണ്ടും തകർന്ന് അല്ലെങ്കിൽ മണ്ണ് കൂടുതൽ അപകടകരമായ അവസ്ഥയിൽ താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം മഴ ശക്തമായി വീണ്ടും പെയ്തേക്കാമെന്നുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു നീക്കം. ഏറ്റവും വേദന ഉളവാക്കുന്ന ദൃശ്യങ്ങൾ, സംഭവങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കൽ ദുരന്തമുണ്ടായി, കേരളം മുഴുവൻ ആ ദുരന്തത്തിൽ വിറങ്ങലിച്ചതാണ്. അതിന് പിന്നാലെ കൃത്യമായി റവന്യൂ ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ അതോറിറ്റിക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. ഈ ഉയർന്ന പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൊന്നും ആളുകൾ കൂട്ടം കൂടരുത്, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർണ്ണമായി നിർത്തിവെക്കണമെന്ന്. പക്ഷെ അതിന് വിപരീതമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായത്. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഈ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾക്ക് കാരണമായ സംഭവങ്ങൾ കൂടി ഇന്ന് 11 മണിക്ക് ശേഷം ഈ മീനാക്ഷി പാലത്തിന് സമീപത്തുണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ആ പാലം കാണാനില്ല. അതിന് മുകളിലേക്കാണ് ഈ മണ്ണും ചെളിയും മലവെള്ളവും ഒക്കെ വന്ന് പതിക്കുന്നത്. കാരണം ഈ വെള്ളത്തിന് താങ്ങാൻ കഴിയുന്നതിന് ശേഷിക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മണ്ണിന് താങ്ങാൻ കഴിയുന്ന ശേഷിക്കപ്പുറത്തേക്ക് വെള്ളം അവിടെ കുമിഞ്ഞു കൂടുകയായിരുന്നു. ഒരുപക്ഷെ വെള്ളത്തിന്റെ സ്വാഭാവിക ഗതിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ അവിടെ ഇത്തരത്തിൽ ഈ മണ്ണ് കൂട്ടിയിട്ടിരുന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ. കാരണം അത്രയും ഒരു രൂക്ഷഭാവത്തിലാണ് വെള്ളം പതഞ്ഞ് ഒഴുകി ഈ മണ്ണുമായി നിമിഷാർത്ഥം കൊണ്ട് ഈ റോഡും പാലവും എല്ലാം തകർത്ത് മുമ്പിലേക്ക് പതിക്കുന്നത്. അത് ആ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടാതിരുന്നത് ഭാഗ്യമെന്ന് മാത്രം ഇപ്പോൾ കരുതിയാൽ മതി. എന്തായാലും ഈ അപകടമുണ്ടാക്കിയ സ്ഥലത്ത് നിന്നുള്ള ഈ ഭീകരമായ ഒരു ദൃശ്യം കൂടി പുറത്തേക്ക് വരുമ്പോൾ ഇത് എത്ര വലിയൊരു തരത്തിലേക്ക് മാറാമായിരുന്നു ഈ അപകടമെന്ന് വളരെ വ്യക്തമാവുകയാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ. അല്ല, അത് വ്യക്തമാണ്. കാരണം അത്രയധികം ഫോഴ്സിലാണ് അടിച്ചു വരുന്നത്. നമുക്ക് ആ പാലം തകർന്നു പോയിരിക്കുന്ന സാഹചര്യം, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന കാഴ്ച, അതിൻ്റെ ഫോഴ്സ്, അതിൻ്റെ ശക്തി. വീണ്ടും ആവർത്തിക്കുന്നു, ആ ടാങ്കർ ലോറി കാരണം രക്ഷപ്പെട്ട കുറച്ച് ആളുകൾ കൂടിയുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ ഫോഴ്സ് കാരണം കുറച്ചെങ്കിലും അത് പിടിച്ചു നിർത്തി എന്ന് വേണം തന്നെ പറയുന്നത്. ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്ന ആളുകൾ ഉൾപ്പെടെ ഒരു പക്ഷേ മണ്ണിലടിയിൽ പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ ലോറി ഇല്ലായിരുന്നെങ്കിൽ. പക്ഷേ അതിൻ്റെ ഒരു ഭയാനപ്പെടുത്തുന്ന ദൃശ്യം മാത്രമാണിത്, ഒരൊറ്റ ദൃശ്യം മാത്രമാണിത്. ഇതിനപ്പുറത്തേക്ക് വളരെ ഫോഴ്സ്ഫുള്ളി പോയ സ്ഥലങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്ന ദൃശ്യങ്ങൾ മാത്രമാണിത്. അതായത് നമ്മൾ പറയുന്നു 4 പേരെ കാണാനില്ലാത്ത നിലവിലത്തെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകളിലേക്ക് അത് നീങ്ങുമോ എന്നുള്ള സംശയം നിൽക്കുകയാണ്. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ഈ മണ്ണിനടിയിൽപ്പെട്ട ആളുകൾ അവരിപ്പോഴും മണ്ണിനടിയിലാണോ അതോ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരൊറ്റ ദൃശ്യം മതി ഇതിൻ്റെ വ്യാപ്തി എത്രമാത്രമാണ്, ഇതിൻ്റെ ഭീതി എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കി തരാൻ. ഇന്ന് രാവിലെ 11:15 ദൃശ്യമാണ് ഇത്. സമയത്ത് പ്രാണരക്ഷാർത്ഥം ഓടുന്ന, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുന്ന, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്ത ആളുകളെ നമുക്ക് കാണാം. അവിടെ ഓടുന്ന, അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ CCTV കാണുന്ന ഈ അറ്റത്ത് നിൽക്കുന്ന ആളുകൾ ഇടത്തോട്ട് ഓടുന്നതല്ലാതെ അവിടെ അങ്ങേ അറ്റത്ത് നിന്ന് ഓടുന്ന ആളുകൾ ഉൾപ്പെടെയുണ്ട്. ആ ആളുകളുടെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ധാരണ കിട്ടേണ്ടതുണ്ട്. എന്തായാലും NDRF സംഘം ദുരന്ത സ്ഥലത്തുണ്ട്. 30 അംഗ NDRF സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ വയനാട് ചുഴൽമര ദുരന്തം അത് ഉണ്ടായതിൻ്റെ ആഘാതത്തിൽ നിന്നും മലയാളികൾ എഴുന്നേറ്റ് വരുന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മനുഷ്യനിർമ്മിതമായ മാൻമെയ്ഡ് ഡിസാസ്റ്റർ നമ്മളായിട്ട് വരുത്തിവെക്കുന്ന രീതിയിലേക്ക് മാറിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയുന്നത് വീഴ്ചയാണ്, കളക്ടർ 20-ാം തീയതി ഉത്തരവിറക്കിയതാണ് എന്നുൾപ്പെടെ പറയുന്നു. ഇന്ന് ജൂലൈ 7. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.